കാശ്മീർ ജനതയ്ക്ക് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്. കാശ്മീർ ജനതയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട്. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യൻ സംസ്കൃതിയുടെ ഒരു വലിയ പാരമ്പര്യം പേറുന്ന ആളുകൾ തന്നെയാണ്. അപ്പോൾ കല്ലെറിയാൻ വേണ്ടിയിട്ട് എന്തിനാണെന്ന് കല്ലെറിയെന്ന് അറിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലേറ് സ്ക്വാഡിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ട് 500 രൂപ കൊടുക്കും. സർ, ഈ കാശ്മീർ ജനതയ്ക്ക് ഇന്ത്യൻ ഗവൺമെൻറ്റിനോട് എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഒരു മനസ്സിൻ്റെ ഒരവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്ന് സാറ് വിലയിരുത്തുന്നത്? ഈ കാശ്മീരിലെ ഗ്രൗണ്ട് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയോടും ഇന്ത്യൻ ഗവൺമെൻറ്റിനോടും അത്ര വലിയ അടുപ്പം എപ്പോഴും അവർക്കുണ്ടായിരുന്നു നമുക്ക് പറയാൻ കഴിയില്ല. അതിന് ചരിത്രമായ ഒരു കാരണങ്ങളുണ്ട്. ഇപ്പം 1947 ഹരിസിംഗ് ആയിരുന്നു അവിടെ. ഹരിസിംഗ് മഹാരാജാവായിരുന്നു ഭരിച്ചിരുന്നത്. ഹരിസിംഗ് മഹാരാജാവിൻ്റെ ഒരു ഡോക്യുമെൻ്റ് വഴിയാണ് ഇന്ത്യൻ സ്റ്റേറ്റിലേക്ക് അവർ ചേരുന്നത്. പക്ഷേ അതേ സമയത്ത് 1947 പാകിസ്ഥാൻ റേഞ്ചേഴ്സും പാകിസ്ഥാൻ അവിടെ ഗോത്ര വാർലോഡ്സ് കൂടി നമ്മൾ ഒരുപാട് സ്ഥലത്ത് റെയ്ഡ് ചെയ്തിട്ട് കാശ്മീർ ജനതയെ അവർ വലിയ രീതിയിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. അവിടെ റേപ്പ് നടന്നിട്ടുണ്ട്, കൊള്ള നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും ആ അറ്റാക്കിനും കാശ്മീർ ജനത അനുകൂലമായിരുന്നില്ല. കാശ്മീർ ജനതയ്ക്ക് ഒരു സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി ഉണ്ട്. കാശ്മീർ ജനതയ്ക്ക് വലിയൊരു ചരിത്രമുണ്ട്. ഒരു 500 അതിനപ്പുറത്തുള്ള കൊല്ലം വരുന്ന സമയത്ത് രാജതരംഗിണി എന്നൊരു പുസ്തകമുണ്ട്. കല്ഹൺ എന്ന് പറയുന്ന ഒരാളുടെ രാജതരംഗിണിയിൽ ഇപ്പോൾ ഇന്നത്തെ കാശ്മീരും പഞ്ചാബും ലഡാക്ക് വരെയുള്ള പ്രദേശങ്ങൾ വലിയൊരു പ്രദേശത്തിൻ്റെ ഒരു ആയിരുന്നു. അങ്ങനെ വലിയൊരു പൈതൃകം ഉൾക്കൊള്ളുന്ന ആളുകളായിരുന്നു കാശ്മീർ ജനത. ഇപ്പോൾ ഇന്ത്യയിൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. നമ്മുടെ എപ്പോഴും പറയാനുള്ള വൈവിധ്യങ്ങളുണ്ടെന്ന്. ഇപ്പോൾ കാശ്മീർ ജനതയും തമിഴ്നാട് ജനതയും പിന്നെ സൗത്തും നോർത്തും ഈസ്റ്റും വെസ്റ്റും ഒക്കെ കൂട്ടിക്കിടന്ന പലതരം ഡൈനാസ്റ്റികളെ കൊണ്ട ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ എന്നാലും നമുക്ക് ഒരു ഇന്ത്യ എന്നൊരു കൺസെപ്റ്റ് പഴയ കാലത്ത് തന്നെ ഉണ്ട്. ഭാരതം എന്നുള്ള കൺസെപ്റ്റോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കൺസെപ്റ്റ് പണ്ടേ ഉണ്ടായിരുന്നു. ഈ രാജ്യാതിർത്തികളൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ആ രീതിയിലുള്ള വ്യത്യാസം മാത്രമേ കാശ്മീരിലുള്ള ജനങ്ങളും ഇന്ത്യൻ ജനങ്ങളും തമ്മിലുള്ളൂ. കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. ഇന്ത്യൻ സംസ്കൃതിയുടെ ഒരു വലിയ പാരമ്പര്യം പേറുന്ന ആളുകൾ തന്നെയാണ്. ഇപ്പോഴും കാശ്മീരി ജനത ഇപ്പം 2016 മുതൽ 3-4-5 കൊല്ലം എന്ന് വെച്ചാൽ ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളയുന്ന വരെയുള്ള ആ കാലഘട്ടങ്ങളിൽ സ്റ്റോൺ ബെൽറ്റിംഗ് പോലുള്ള സംഗതികൾ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ സമയത്താണ് ഈ പട്ടാളക്കാർക്കെതിരെ പട്ടാളക്കാർക്കെതിരെ കല്ലെറിയുക എന്ന് മാത്രമല്ല, അവരൊന്നും ചെയ്യാതെ വെറുതെ പിന്നെ അവരുടെ വാനിലൊക്കെ പോകുന്ന സമയത്ത് വെറുതെ കൈകൊണ്ട് വാനിലടിക്കുക, തുപ്പുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ സിറ്റുവേഷനൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇപ്പോഴേ ഒരുപാട് ഗ്രൗണ്ട് ഇൻഫർമേഷൻ കാശ്മീർ ഗ്രാസ് റൂട്ട് ലെവൽ ഇൻഫർമേഷൻ ഇവർക്ക് പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ അവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സസിന് അവർ കൊടുക്കുന്നുണ്ട്. അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗമാണല്ലോ ടൂറിസം വളരെ നന്നായിട്ട് ഫ്ലറിഷ് ചെയ്ത് കൊണ്ടിരിക്കുന്നുണ്ട്. ആറ്റിറ്റ്യൂഡ് മാറിയിട്ടുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട് ഒക്കെ വന്ന സമയത്ത് ഒരു ഇൻറ്റേർണൽ റിബല്യൻ ഒരു വലിയ ശക്തിയിൽ വരുന്ന സമയത്ത് നമുക്ക് ശക്തമായ നിയമങ്ങൾ കൊണ്ട് അതിനെ നേരിടാൻ സാധിക്കുള്ളൂ. ആ സമയത്ത് ഇവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്ലെറിയാൻ വേണ്ടിയിട്ട് എന്തിനാണെന്ന് കല്ലെറിയെന്ന് അറിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ കല്ലേറ് സ്ക്വാഡിൽ പോയി കഴിഞ്ഞാൽ വൈകിട്ട് 500 രൂപ കൊടുക്കും. നോട്ട് നിരോധനത്തിന് ശേഷം അല്ലെങ്കിൽ ഇവരുടെ ഫണ്ട് കട്ട് ചെയ്ത ഫണ്ട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ ഐഡിയോളജിക്കലല്ല, അവരുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം. ജോലിയില്ല, സാമ്പത്തിക പ്രശ്നങ്ങൾ, ചെറുപ്പക്കാർക്ക് വെറുതെ ജോലിയൊന്നുമില്ലാതെ ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ ലൂർ ചെയ്തിട്ട് ഈ സെപ്പറേറ്റിസ്റ്റ് എലിമെൻറ്റുകൾ അവരുടെ ഇതിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോയത് കൊണ്ടുള്ള പ്രശ്നം ഒരു കാലത്തുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും മാറി. ഇന്ത്യയിലെ മറ്റേത് സംസ്കൃതിയും പോലെ തന്നെ ഇന്ത്യൻ കൾച്ചറിൽ പിന്നെ അസിമിലേറ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി തന്നെയാണ് യഥാർത്ഥത്തിൽ കാശ്മീരിനുള്ളൂ. ഇപ്പോൾ നമ്മൾ ചരിത്രപരമായിട്ട് വളരെ ഒരു 1000-2000 കൊല്ലം മുമ്പ് കൽഹണൻ്റെ കാലത്ത് നമ്മൾ ഈ രാജതരംഗിണിയിൽ പറയുന്ന രാജാക്കന്മാരുടെ അവിടെ ഏറ്റവും പ്രാചീനമായ ഒരു രാജാവായിരുന്നു ലളിതാദിത്യ മുക്തവീടൻ എന്ന് പറഞ്ഞ ഒരു രാജാവുണ്ടായിരുന്നു. കാശ്മീർ സാമ്രാജ്യം, ഇന്നത്തെ കാശ്മീർ അടങ്ങുന്ന സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വികസിച്ച ഒരു കാലഘട്ടം ആ സമയത്ത് ആയിരുന്നു. ശക്തമായൊരു ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെയൊക്കെ ചരിത്രത്തിൻ്റെ ലെജസി ഇപ്പോഴും ഈ കാശ്മീരിൻ്റെ പേര് അവർക്കതിൽ അഭിമാനം കൊള്ളുന്നുണ്ട്. ഇപ്പോൾ പാകിസ്ഥാൻകാർ മോഹൻജദാരോയുടെ ആ സിന്ധ് നാഗരികതയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്നത് പോലെ തന്നെ റിലീജിയൻ എന്താണെങ്കിലും പോലും ശരി. അപ്പോൾ അങ്ങനെ അവരുടെ സൊസൈറ്റിയിൽ അതിൻ്റെ സ്ട്രാറ്റ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് കാശ്മീരിൽ കാണാൻ പറ്റും. ഗുജറാത്തും ബംഗാളും എത്രത്തോളം ഡൈവേഴ്സാണോ അത്രത്തോളം ഡൈവേഴ്സിറ്റിയെ കാശ്മീരും ഈ സൗത്ത് ഇന്ത്യയും പോലുള്ള അല്ലെങ്കിൽ കേരളം അതുപോലുള്ള രാജ്യങ്ങൾ തമ്മിലുള്ളൂ. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന രാജ്യ സങ്കല്പത്തിന് വിരുദ്ധമോ അല്ല. അതേസമയം നമ്മൾ പിന്നെ ലഡാക്കിലോ തിബത്തിലോ ഒക്കെ പോകുകയാണെങ്കിൽ വ്യത്യാസം വരുന്നുണ്ട്. അവിടെ ബുദ്ധിസ്റ്റ് കൾച്ചറും അങ്ങനെയുള്ള സംഗതികളൊക്കെ വരുന്നുണ്ട്. അത് വരുന്നുണ്ട്. ബുദ്ധിസം ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടായതെങ്കിൽ പോലും
അപ്പോൾ ചരിത്രപരമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ അവിടെ വരുന്നുണ്ടെന്നുള്ളൊരു ഇപ്പം നമ്മൾ ഈ ഹിമാചൽ പ്രദേശിൽ പോയിട്ട് ഒരു വ്യക്തി എടുക്കുകയാണെങ്കിലും കാശ്മീരിൽ പോയിട്ട് ഒരു വ്യക്തി എടുക്കുകയാണെങ്കിൽ അവർ ഫിസിക്കൽ ഫീച്ചേഴ്സൊക്കെ ഏതാണ്ട് ഐഡൻറ്റിക്കൽ ആയിരിക്കും. അപ്പോൾ ഒരു ജനതയാണ് അവർ. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ബൗണ്ടറി ഒക്കെ ഇപ്പോഴും നമ്മൾ ഉണ്ടാക്കിയാണല്ലോ. പക്ഷേ ഒരു കാലത്ത് ഇവർ ഒരുമിച്ച് ജീവിച്ചവരായിരുന്നു. ഒരുപാട് ചരിത്രങ്ങൾ അതിനെ സംബന്ധിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വിഷയം അല്ലാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എങ്ങനെയാണ് കാശ്മീരിൽ ഇങ്ങനെ മാറ്റം വന്നതെന്നും കാശ്മീരിൻ്റെ പാരമ്പര്യം എന്തായിരുന്നുവെന്നും കാശ്മീരിൻ്റെ നമ്മുടെ കലാസംസ്കാരമായിട്ടൊക്കെ ഒരുപാട് ബന്ധം കാശ്മീരിനുണ്ട്. നമ്മുടെ ഫിലോസഫിയായിട്ട് ബന്ധം കാശ്മീരിനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറയുന്ന ഒരു കാലത്ത് ബൗദ്ധ ജൈന ഫിലോസഫി, അതിന് മുമ്പുള്ള മറ്റു തലം ഫിലോസഫികളും ഒക്കെ കാശ്മീരുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ കാശ്മീർ ജനത അടിസ്ഥാനപരമായിട്ട് ഇന്ത്യയിലെ മറ്റ് ജനവിഭാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിഭാഗമല്ല.